നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയം ജംഗ്ഷൻ, നെട്ടയത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി 5 സെന്റിലായിട്ട് 2200 സ്ക്വയർ 5 ബെഡ്റൂമോട്ട് ഒരു ബ്രാൻഡ് ന്യൂ വീട്, ഒരു അടിപൊളി ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളെ പുതിയ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഏകദേശം 2 കാർ അനായാസേനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന, ഇവിടെയും നമുക്കൊരു കാർ പാർക്കിംഗ് ചെയ്യാം, അവിടെയും നല്ലൊരു കവേർഡ് കാർ പാർക്കിംഗ്. കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷനാണ്, നല്ല ഒരു ഫിനിഷിംഗ് വർക്ക് എന്ന രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വീട് കൂടിയാണ് ഈ വീട്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബ്രാൻഡ് ന്യൂ വീട് നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഏകദേശം 2 3 ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാനൊക്കെ പറ്റുന്ന നല്ല ഒരു വൈബുള്ള സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വേറൊരു ലോകം എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയ. ലിവിംഗ് സ്പേസ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 2 സൈഡിലേക്കും നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നല്ല അടിപൊളി ഒരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് എല്ലാം വെക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി TV യൂണിറ്റ് അതുപോലെ തന്നെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും നമുക്ക് വരുന്നില്ല. ഇന്ത്യൻ ഡിസൈൻ ആയാലും ഒരു പ്രീമിയം ക്വാളിറ്റി ഫീലിംഗ് തരത്തിലേക്കാണ് നമുക്ക് ഇതിന്റെ ഇന്ത്യൻ ഡിസൈൻ എല്ലാം തന്നെ വന്നിട്ടുള്ളത്. നല്ലൊരു ലൈറ്റും അതുപോലെ തന്നെ ഒരു പ്രീമിയം ടൈപ്സ് തന്നെയാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക് കൂടുതൽ യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള ഒരു സോക്കേഴ്സിന്റെ ഒക്കെ ചെറിയ മിനിയേച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വളരെ മനോഹരമായി ഈ ചിത്രപ്പണികളെല്ലാം തന്നെ പെയിന്റിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും ഈ വീടിനെ ഒരു സുന്ദരിവതിയായിരിക്കുന്ന രീതിയിലേക്കാണ് ഇതിന്റെ കുറേ ആർട്ട് വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ഇതിന് തോന്നുന്നുണ്ട്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ നിലവിലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തത്. ഇവിടെ നമുക്കൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഇവിടെ നമുക്ക് ഏകദേശം ഒരു വാഷ് സ്പേസിൽ കൊടുക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒരു 4 5 പേർക്കൊക്കെ വളരെ അനായാസേന ഇരുന്ന് കഴിക്കുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റും. കിച്ചണിലേക്ക് പോകുമ്പോൾ നല്ല വ്യത്യസ്തമായി നല്ല ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ കൊടുത്തിരിക്കുന്ന കളർ പാറ്റേൺ ആയാലും മെറ്റീരിയൽസ് ഒക്കെ ആയാലും വ്യത്യസ്തമായ കളറുമാണ്. ഇനി കണ്ടിട്ട് നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് അതുപോലെ തന്നെ പല കളേഴ്സൊക്കെ കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സാധാരണ നോർമൽ ചിലയിടത്തൊക്കെ ബ്ലാക്ക് ആണ് കണ്ടിട്ടുള്ളത്. ഇതൊക്കെ സ്റ്റീലും ആയിട്ടൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിലേക്ക് സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ പുതിയ വീട് മേടിച്ചിട്ട് വീണ്ടും നമുക്ക് സ്റ്റോറേജ് പീസ് കൂട്ടണമെന്നുള്ളവർക്കൊക്കെ ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. കണ്ടില്ലേ, ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാനായിട്ടുള്ള ഹോള് കാര്യങ്ങൾ അതുപോലെ തന്നെ അതിന് വെക്കാനുള്ള സംവിധാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിയൊക്കെ നല്ല ബ്രാൻഡ് സാധനങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല മനോഹരമായ രീതിയിലേക്ക് ഈ സൈഡിലേക്ക് സ്റ്റോറേജ് സ്പേസുകൾ ആവശ്യം പോലെ സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഒരു ഡൈനിങ് സ്പേസും കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ വർക്ക് ഏരിയയും നല്ല സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വേറെങ്ങും കാണാത്ത ഈ സ്റ്റോറേജ് സ്പേസിനകത്ത് ലൈറ്റ്സ് കൊടുക്കുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല. അതെന്തായാലും വളരെ മനോഹരമായി അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്കും ഡോറ് ക്ലോസ് ചെയ്യാൻ തന്നെ ഈ വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ ജനൽ തുറന്നാൽ തന്നെ നമുക്ക് ഇതിലേക്ക് എയർ സർക്കുലേഷൻ വരുന്ന രീതിയിലേക്കൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വളരെയേറെ നന്നായിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നനകല്ലോ കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു സ്പേസ് ആയിട്ടുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂം, അങ്ങനെ ടോട്ടൽ 5 ബെഡ്റൂമിലാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ വർക്കൊക്കെ ആയാലും ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ ഇന്ത്യയിൽ വർക്കിലൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ടെസ്റ്റർ ടൈപ്പ് പെയിന്റ് അത് 2 3 കളർ പാറ്റേൺ ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ടും ഒരു ബെഡ്റൂമിലൊക്കെ ഒരു
പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു വിൻഡോയെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പകുതിയുള്ള ഗ്ലാസും അതിന്റെ പകുതി ഒരു വുഡ് ഫ്രെയിമുമായിട്ടും ആ തടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വ്യത്യസ്തമായ കുറെ ഡിസൈൻ പാറ്റേണുകൾ ഈ ബിൽഡേഴ്സിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നതിൽ അവർക്ക് നല്ലൊരു അഭിനന്ദനം തന്നെ നമ്മൾ കൊടുക്കാം. അകത്തേക്ക് കയറുമ്പോൾ സ്റ്റോറേജ് സ്പേസുകളൊക്കെ തന്നെ നല്ല ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടുക്കും ചിട്ടയോടുകൂടി തന്നെ ഈ പ്രോപ്പർട്ടി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ട് വന്നിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ ബാത്റൂമിൽ കയറുമ്പോഴും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഫിറ്റിംഗ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കളർ പാറ്റേണുകൾ വൈറ്റും ബ്ലാക്കും അതുപോലെ തന്നെ അതൊക്കെ വളരെ മനോഹരമായി താഴേക്ക് നല്ല ഗ്രിപ്പ് തോന്നുന്ന നമുക്ക് സ്കിഡായി വീഴുന്ന പ്രായമായ ആൾക്കാർക്കൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്, അവിടെയും സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിങ്ങിന്റെ ഒക്കെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഉള്ള ഒരു ഡിസൈൻ പാറ്റേണിലാണ് അതിന്റെ ഒരു അലമാരയും അതുപോലെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അതും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാത്റൂമിലേക്ക് വന്നാൽ ബാത്റൂം ആയാലും അത്യാവശ്യം നല്ല സ്പേസ്, വ്യത്യസ്തമായ ടൈൽ പാറ്റേൺ, അതുപോലെ ഒരുപാട് കളർ പാറ്റേൺ, നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന കളർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള കളർ പാറ്റേൺ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ നല്ല കമ്പനിയും ഈട് നിൽക്കുന്നതുമായ ഫിറ്റിംഗ്സുകളാണ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ സൈഡിലേക്ക് നമുക്ക് നല്ലൊരു വാഷ് സ്പേസിനെ കൊടുക്കണം. അതൊക്കെ വളരെ ഇന്നത്തെ മോഡേൺ രീതിയിലേക്കുള്ള വാഷ് സ്പേസ് ആണ്. അതിന്റെ സൈഡിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് മിറർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലേക്ക് നല്ല ലൂവറൊക്കെ കൊടുത്ത് ഇവിടെ നമുക്ക് ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് നമുക്ക് കാണാം, കയറി പോകുമ്പോൾ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകൾ, അതായത് LED ലൈറ്റുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നല്ല ഗ്രിപ്പും കൂടി ചേർന്നിട്ടുള്ള ഒരു ടൈലുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് ഡ്രില്ല് കംപ്ലീറ്റും വുഡിലാണ് തടിയിലാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായ ഡിസൈനും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേണിലൊക്കെ തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് വർക്കുകളും ഈ ഹാൻഡ് ഡ്രില്ല് കംപ്ലീറ്റും കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനായിട്ട് ഒരു പ്രത്യേക പോർഷൻ, അതൊരു ടെസ്റ്റർ പെയിന്റ് ഒക്കെ കൊടുത്ത് വളരെ വളരെ മനോഹരമായ രീതിയിൽ പെയിന്റിങ്ങിനൊക്കെ തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോർഡർ വർക്കൊക്കെ ഒരു ഭംഗി എന്തുകൊണ്ടും കൂട്ടുന്നുണ്ട്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്. എല്ലാ ബെഡ്റൂമുകളിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇനി അത്യാവശ്യം നമുക്ക് ഒരുപാട് ഫർണിച്ചർ ഒന്നും മാറ്റി നമുക്ക് കളയേണ്ട, നമുക്കൊരു കട്ടിലും മെത്തയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. അതിനകത്ത് ഒരു എക്സ്ട്രാ കോസ്റ്റിന്റെ ആവശ്യമില്ല. ഇതിന്റെ മനോഹരമായ രീതിയിലേക്ക് ഇതിന്റെ ഒരു പെയിന്റിങ് ഈ വീട്ടിൽ ഒരുപാട് വ്യത്യസ്തമായ പെയിന്റിങ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ അടിപൊളി, സൂപ്പർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ പെയിന്റിങ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബെഡ്റൂമിന്റെ ബാത്റൂമിൽ കയറുന്ന ബാത്ത് ടബ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മറ്റു ബെഡ്റൂമുകൾക്കാണ് നല്ല വലിപ്പമുള്ള നല്ല മാസ്റ്റർ ബെഡ്റൂമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലൊക്കെ നമുക്ക് നല്ലൊരു ബാത്ത് ടബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്തരം ഉള്ള കാര്യങ്ങളൊക്കെ വളരെ റയറാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ പ്രീമിയം വീടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു നല്ല പ്രീമിയം വീടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയും നല്ലൊരു വീടുമാണ് ഈ വീട്. മുകളിലത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന രീതിയിലേക്കാണ് ഇന്ത്യയിൽ ഡിസൈൻ എല്ലാം വന്നിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഓൾറെഡി നല്ല റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഇന്നത്തെ ന്യൂജൻ ഫാനുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഇനി എക്സ്ട്രാ കോസ്റ്റിന്റെ ആവശ്യമില്ല. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ആ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അത് നല്ല വളരെ ക്ലാസ് ആയ രീതിയിൽ തന്നെയാണ് അതിന്റെ ബാത്റൂംസുകളെല്ലാം വന്നിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അവിടെയും സ്റ്റോറേജ് സ്പേസുകൾ, ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂം വഴി കൊടുത്തിട്ടുള്ളത്. അതിന്റെ ബാത്റൂമിലും നല്ല വൈഡ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. അതും നല്ല പ്രീമിയം നല്ലൊരു ഭംഗിയുള്ള ബാത്റൂം സൈസും അല്ലെങ്കിൽ ടൈൽ പാറ്റേൺ ആയാലും അതിന്റെ ഡിസൈനും ഒക്കെ വളരെ മനോഹരമായി തന്നെയാണ് അവര് കൊടുത്തിരിക്കുന്നത്. നല്ല ഒന്നാം തരം കരഭൂമിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിന്റെ ഒരു ഫുൾ വിഷ്വലിൽ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഹാളിൽ നിന്ന് നമുക്ക് ഇറങ്ങുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു
സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് ഇറങ്ങാം. നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇരിക്കാനോ ഒക്കെ നല്ല റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലേക്കാണ് ഇത് കൊടുക്കുന്നത്. നമുക്ക് നോക്കിയിരുന്നത് അടുത്തടുത്തെല്ലാം നല്ല ഫുള്ള് നല്ല ക്വാളിറ്റി വീടുകളും അല്ലെങ്കിൽ നല്ലൊരു പ്രീമിയം ഏരിയ കൂടിയാണ് ഈ ഏരിയ. മുകളിലത്തെ ഹോളിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഇവിടെ ഇറങ്ങിയ യൂട്ടിലിറ്റി സ്പേസ്, ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള എല്ലാ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ടെറസിലെ ഏരിയയിലേക്ക് പോകാം. ടെറസ് ഏരിയയുടെ വിശ്ലേഷണം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു പിക്ചറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പേരൂർക്കുള വഴയിൽ അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് നെട്ടയും കാച്ചാണിയൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞ 5 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമുകളിൽ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,10,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുക.